ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് കാട ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഞാനിവിടെ 4 കാടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് കത്തി വെച്ച് വരഞ്ഞു കൊടുക്കാം. കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ലവണ്ണം മസാല പിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വരഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഇവിടെ കാട വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചതച്ചത്, പിന്നെ കുറച്ച് പുളിനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാട ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ടായിരുന്നു, റെഡ് കളറ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. 5 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ 5 hours കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ നമുക്കതിലോട്ട് നമ്മൾ കാട ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്തെ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് എല്ലാ കാടയും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുക്കണം, നല്ലവണ്ണം വെന്ത് കിട്ടണം. അപ്പോൾ നമ്മളെ കാട ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫാമിലീസുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.